ഇതൊരു കാട്ടിനുള്ളിൽ ഇപ്പോൾ നടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട്. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് ബാക്കി പരിപാടികൾ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ അഗീറ്റ്സ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മൈസൂർ ബാംഗ്ലൂർ ട്രിപ്പിങ്ങിൻ്റെ വ്ളോഗ് 3 ആണ് ഗൈസ് ഇത്. അപ്പോൾ നമ്മളിന്ന് രാവിലെ എല്ലാവരും കൂടെ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. ഇന്നത്തെ ദിവസം മൊത്തം നമ്മൾ അവിടെയാണ്. അപ്പോൾ നമ്മൾ ബാംഗ്ലൂരിൽ പോയിട്ട് അവിടുത്തെ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഈ വീഡിയോയിലൊക്കെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എല്ലാവരും റെഡിയായി, വണ്ടി താഴെയുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറഞ്ഞ് ലാഘടിപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. A few moments later. സർക്കാരിന്റെ കാലത്ത് ഈ ക്ലിഫ് ഹൗസ് നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ വലിയ ആക്ഷേപങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ആ സാഹചര്യത്തിൽ കൂടിയാണ് വി.ഡി. സതീശൻ തുടക്കത്തിൽ തന്നെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദവിയിലേക്ക് അറബുകളുടെ തുറമകടകളുടെ ഒരുവരമിനി അതിരകളുടമേ കൊട്ടാരം വഴിയില്ല കാണാൻ പോകുന്ന പൂരങ്ങളുടെ ധാരാളം നിന്റെ കാലിലൊരു വലിച്ചു. A few moments later. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ലാൽബാഗ് എന്ന് പറഞ്ഞ ബൊട്ടാനിക്കൽ ഗാർഡനിലാണ്. അപ്പോൾ നമ്മൾ ആ ഗാർഡൻ്റെ അകത്തേക്ക് കയറി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവിടെയുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. എനിക്കിഷ്ടപ്പെട്ട് നല്ല രസമുണ്ട് ഇവിടെ കൂടി ഇങ്ങനെ നടക്കാൻ. നമുക്ക് ബാക്കിയുള്ള ഫ്രണ്ടിലോട്ട് കൂടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നൊരു ദേവിയില്ല, അതിനെ പോലെ ഗൈസ്. അപ്പോൾ നമ്മൾ ഗാർഡനിൽ കൂടി ഇങ്ങനെ നടക്കുവാണ്. എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. സ്ഥലം ഒരുപാട് ഏക്കറിലാണ് ഈ ഗാർഡനുള്ളത്. അപ്പോൾ നമ്മൾ പലരും പല വഴിക്കാണ് പോയിരിക്കുന്നത്. ഇപ്പം ഞാൻ എൻ്റെ കൂടെ അമ്മുക്കുട്ടി അതുപോലെ അച്ചി കുറച്ച് ആൾക്കാരുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വേറെ വേറെ പല പല വഴിക്കാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിവിടെ കാണാനുണ്ട്. അപ്പോൾ നിങ്ങൾ ബാംഗ്ലൂർ വരുമെങ്കിൽ ഈ ഒരു ഗാർഡനിൽ കൂടെ വരാൻ ഞാൻ പറയും. നമുക്കിനി ബാക്കി എന്താണെന്ന് വെച്ചാൽ ആ പരിപാടികളൊക്കെ കാണാം ഗൈസ്. ഗൈസ്, ഈ ഗാർഡനിൽ അവർ വഴി പോലെ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന അല്ലാതെ കുറേ സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഞാനിപ്പോൾ നടക്കുന്ന അവിടെ കൂടെയാണ്. അപ്പോൾ ഇതൊരു കാട്ടിനുള്ളിൽ കൂടെ നടക്കുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് ഗൈസ്. ഇവിടെ അടിപൊളിയാണ്. നിങ്ങളിവിടെ ഉറപ്പായിട്ടും വരണമെന്ന് ഞാൻ പറയും. നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ നിന്നിട്ട്. നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ് ഇത്. അപ്പോൾ നമുക്കിനി ബാക്കി സ്ഥലത്തോടൊക്കെ പോകാം. A few moments later. ഗൈസ്, ഇതൊരു മരത്തിൻ്റെ ഫോസിലാണ്. ഈ ഫോസിലിന് 20 മില്യൺ വർഷം പഴക്കം ഉണ്ടെന്നൊക്കെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. കൊള്ളാം അല്ലേ? ഗൈസ്, നമ്മൾ ഗാർഡനൊക്കെ കണ്ടിട്ട് ഇപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യമേ കണ്ട മല കയറാൻ പോവാണ്. മലയുടെ മേളിൽ എന്താ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. നമുക്ക് നേരെ ഒന്ന് കയറി നോക്കാം. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ ഇപ്പോൾ മല കയറുന്നവരുടെ കാണാം. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ മലയുടെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് മല കയറിയിട്ട് മേളിൽ എന്താ ഉള്ളതെന്നൊക്കെ നോക്കാം. എന്തോ ഒരു അമ്പലം പോലത്തെ സാധനം കാണുന്നുണ്ട്. ചിലപ്പോൾ അതുപോലെ ആയിരിക്കും. നമുക്ക് നോക്കാം.
ഗൈസ്, ഈ ഒരു കോവിലാണ് ഈ മലയുടെ മേലുള്ളത്. അപ്പോൾ നമ്മളിത് കാണാൻ വേണ്ടിയാണ് ഈ മല കയറേണ്ടത്. ഇന്ന് ഇങ്ങനെ മലയൊക്കെ കയറിയിട്ടുണ്ട്. മലയുടെ മേലിൽ എന്താണെന്നൊക്കെ കണ്ടിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പോവുകയാണ്. നമ്മൾ താഴേക്ക് ഇറങ്ങിയിട്ട് ഇനി അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകണം. അപ്പോൾ നമുക്ക് ഇനി താഴെ ഇറങ്ങിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചെയ്യാം. A few moments later. ഗൈസ്, നമ്മളിപ്പോൾ ചെറിയൊരു പർച്ചേസിങ്ങിന് ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും പല 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 വഴിക്ക് പോയിട്ടുണ്ട്. നമ്മളിപ്പം ഇവിടെ ബാംഗ്ലൂരിൽ തെരുവിലൂടെ നടക്കുവാണ്. അപ്പം അവരേതൊരു കടയിൽ കയറിയിട്ടുണ്ട് അപ്പനും അമ്മയൊക്കെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് കാണാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയതാണ്. ഇവിടെ ഭയങ്കര ക്രൗഡാണ്, പിന്നെ ഭയങ്കര തിങ്ങി ഞെരുങ്ങിയ ആൾക്കാരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. അവരേതോ കടയിൽ കയറിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലേക്ക് പോകുന്ന തോന്നുന്നത്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം. The next day. യോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ റൂമിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് നമ്മൾ ബാക്കി പരിപാടികളൊക്കെ. ഇനി എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നമ്മൾ ചിലപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ടൊന്ന് റൗണ്ട്സ് ഒക്കെ അടിച്ച് പോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഇവിടുത്തെ പരസ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ റൂമിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. നമ്മളിപ്പോൾ ബാംഗ്ലൂർ വന്നിട്ട് നമ്മുടെ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി ബാക്കി കാര്യങ്ങളൊക്കെ കാണാം.